നമുക്ക് ഏറ്റവും വലിയ മാതൃകായോഗ്യം അത് അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ലൊരു ഭർത്താവ് അത് മുഹമ്മദുൽ മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയും. ഏറ്റവും നല്ലൊരു ഭാര്യ അത് ആയിഷ ബീവിയിൽ കാണാൻ കഴിയും. ഏറ്റവും നല്ല ഭർത്താവിനെ അനിതങ്ങളിൽ കാണാൻ കഴിയും, ഫാത്തിമാതങ്ങളിൽ കാണാൻ കഴിയും. കുടുംബങ്ങളിൽ വിവാഹം നടക്കുന്നതിലേറെ നമ്മുടെ മഹല്ലുകളിൽ ഇസ്ലാമിക ചുറ്റുപാടുകളിലൂടെ വളർന്നവരിൽ വിവാഹം നടക്കുന്നതിലേറെ അതിവേഗം വിവാഹമോചനം നടക്കുന്ന കാലത്ത് ജീവിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം വിശ്രമിക്കാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആയിഷ ബീവിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: ആയിഷ, എനിക്ക് വല്ലതും കഴിക്കാൻ തരുമോ? ഞാൻ വല്ലാത്ത വിശപ്പിലാണ്. അംജദ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ നമ്മളെ പോലെയുള്ള ഭർത്താവ് ആവാൻ നിൽക്കുന്നവരുടെ ശ്രദ്ധകളിലേക്ക് ചെലുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ ആയിഷ ബീവി കുറച്ച് ഗോതമ്പ് എടുത്ത് കൊടുക്കുന്നത്, റൊട്ടി കൊടുക്കുന്നൊന്നും കാണാൻ കഴിയും. ഇത് കൊടുക്കുമ്പോ അതിലേക്ക് കൂട്ടുകളൊന്നുമില്ല. ചോദിച്ചു, എന്തെങ്കിലും കൂട്ടാൻ, എന്തെങ്കിലും ഇതിന്റെ കൂടെ കൂട്ടുണ്ടോ? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല. ആയിഷ ബീവി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ റസൂൽ ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ലേ ആയിഷ? ഒന്നുമില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് പരിശുദ്ധ റസൂൽ ആവർത്തിച്ചപ്പോ ഇവിടെ കുറച്ച് സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോ ഒരു ഭർത്താവ് പറയാണ്, മുഹമ്മദുൽ മുസ്തഫ, ആ സുർക്ക ആയിഷ, ആ സ്വർഗ്ഗയുണ്ടെങ്കിൽ അതെനിക്ക് ദാ എന്ന് പറഞ്ഞ് സ്വർഗ്ഗ ഗോതമ്പിലേക്ക് റൊട്ടിയിലേക്ക് ഒഴിച്ച് അതിനെ നന്നായി തിന്നുമ്പോ ആയിഷ എന്ന ഉമ്മ, ആയിഷ എന്ന ഭാര്യ റളിയല്ലാഹു അൻഹ കരയുന്നത് മുത്തുനബി കണ്ട്. ആ കരയുന്ന മുത്തുനബിയോട് കരയുന്ന ആയിഷ ബീവിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, അവിടെ നിന്ന് പഠിക്കണം. അംജദിനെ പോലെയുള്ള ഭർത്താക്കന്മാർ, ഒരു ഭർത്താവ് എങ്ങനെയാവണമെന്ന്. ആയിഷ എന്തിനാ കരയുന്നത്? ഞാൻ ഈ ഗോതമ്പിലേക്ക് സ്വർഗ്ഗ കൂട്ടിയപ്പോ എന്തൊരു മനോഹരതയാണ്, എന്തൊരു രസാണിതിന്, എന്തിനാണ് ആയിഷ കരയുന്നതെന്ന് പറഞ്ഞ് മെത്തയിലേക്ക് പോയ മുത്തു മുഹമ്മദുൽ മുസ്തഫ എന്നൊരു